إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وصحبه وأتباعه إلى يوم الدين وسلم. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഈ പരിശുദ്ധ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. എല്ലാ സദുദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർത്തീകരിക്കുകയും നമ്മുടെ എല്ലാത്തരം പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം. ഞാൻ എൻ്റെ മസ്ജിദിൽ നിന്ന് ഇവിടെ എത്തി. ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ഒരു ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയുള്ള ബഹുമാന്യരായ നിങ്ങളുടെ മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ മസ്ജിദിൻ്റെ പ്രൗഢമായ ഉദ്ഘാടന കർമ്മം അഭിയന്തരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാൽ നിർവഹിക്കപ്പെട്ടത്. ഇന്ന് തുടങ്ങുകയാണ് ഇന്നത്തെ പരിശുദ്ധമായ ജുമുഅയോടുകൂടെ നമ്മുടെ ഈ പരിശുദ്ധ മസ്ജിദിൽ ജുമുഅ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഒരു മസ്ജിദുൽ ജാമിഅ അഥവാ ജുമുഅ നമസ്കാരമുള്ള പള്ളി എന്ന നിലയിലേക്ക് മാറ്റപ്പെടുന്ന വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഉത്തരോത്തരം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലൊരു മഹല്ല് ജമാഅത്തിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ശരിയായ അർത്ഥത്തിൽ ചെയ്യാൻ ഇതിൻ്റെ നേതാക്കളായി വരുന്നവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം ചെയ്തു കൊടുക്കട്ടെ എന്ന് ഞാൻ ആദ്യം ദുആ ചെയ്യും. മഹല്ലിൻ്റെ ഭാരവാഹികൾ എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത്, മറിച്ച് ഓരോ മഹല്ല് നിവാസികളെയും സംബന്ധിച്ചിടത്തോളവും ഈ മസ്ജിദിനോട് ചേർന്നു നിന്നുകൊണ്ടുള്ള ഒട്ടേറെ ദീനീ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മസ്ജിദും അതോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നാം രൂപം കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് മദീന രൂപം കൊള്ളുന്നത്. മദീനയിൽ ആദ്യം ചെയ്ത പണി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മസ്ജിദുൻ നബവി രൂപീകരിക്കുകയും അതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ അതിൻ്റെ ആശയധാരയുടെ പ്രകാശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും പരിശുദ്ധ സ്വഹാബത്തിലൂടെയും ഉണ്ടായത്. അപ്പോൾ ഒരു ഇമാമ് അതോടൊപ്പം തന്നെ അതിനോട് കൂടിച്ചേർന്ന് നിൽക്കുന്നവർ, അവർ പിന്നെ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ പ്രകാശമായി മാറുന്നത് മദീനയിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ തന്നെയാണ് പരിശുദ്ധമായ ഓരോ മസ്ജിദും. അവിടെ ഉണ്ടായിത്തീരുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് തന്നെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ചൈതന്യമാണ്. ഈ മസ്ജിദിൻ്റെ പേരു തന്നെയും അന്നൂർ എന്നാണ്. അള്ളാഹുവിൻ്റെ വെളിച്ചം എന്ന അർത്ഥത്തിലാണ് പരിശുദ്ധമായിട്ടുള്ള മസ്ജിദിന് ഇങ്ങനൊരു നാമകരണം ചെയ്യപ്പെട്ടത്. അതിൻ്റെയൊക്കെ മറ്റൊരർത്ഥം, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഈ ഭൂമിയും ആകാശവും ധരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സ്രോതസ്സും അത് കുടികൊള്ളുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആയത്തിൻ്റെ തൊട്ടുടനെയുള്ള ആയത്ത് ഫീ ബുയൂത്തിൻ എന്നാണ്. ചില പള്ളികൾ, ചില വീടുകൾ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ഈ രണ്ടിനെയും ചേർത്ത് വച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രകാശം ഈ ആകാശഭൂമികളെ മുഴുവനും നിറച്ചു നിർത്തുന്നു എന്നതിനർത്ഥം അതിൻ്റെ എല്ലാം ഉജ്ജ്വലമായ സ്രോതസ്സും പ്രഭാവവുമായി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, അള്ളാഹുവിൻ്റെ പള്ളികളാണ് എന്നാണ്. അപ്പോൾ പള്ളിയുമായിട്ടു തന്നെയുള്ള നിരന്തരമായ സമ്പർക്കം പുലർത്താനും അള്ളാഹുവിനെ ഓർക്കാനും അവൻ്റെ പരിശുദ്ധമായ ദീനനുസൃതമായി ജീവിക്കാനും സാധ്യമാകുന്ന വിധം
മസ്ജിദുകൾ ഒരുക്കപ്പെടുന്നു എന്ന് പറയുന്നതിനാണ് അള്ളാഹുവിൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന പ്രദേശം എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചത്. ആ മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ വലിയ അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ടായിത്തീരുന്ന വലിയ അർത്ഥത്തിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. യഥാർത്ഥത്തിൽ പള്ളിയുടെ പരിപാലകരെന്ന് പറയുന്നതിനെ പ്രത്യേകം ഖുർആൻ പറഞ്ഞതാണ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമസ് സ്വലാ വ ആത്തസ് സക്കാ വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളിയുടെ പരിപാലകരാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അന്ത്യനാളിലും പടച്ചവനിലും വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളാവും. ഇഖാമത്തു സ്വലാത്താണ്, നമസ്കാരം നിലനിർത്തണം. അയാൾ നമസ്കരിക്കുന്നു എന്നത് മാത്രമല്ല അവിടെ ഉള്ളത്, അയാൾ നമസ്കരിപ്പിക്കുന്നയാളാകണം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു സംസ്കാരത്തെ നട്ടുനനച്ച് വളർത്തുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധനായിരിക്കുന്ന ഒരാളായിരിക്കണം എന്നതുകൊണ്ടാണ് അയാൾ ഇഖാമത്തു സ്വലാത്തിൽ അങ്ങനെ നമസ്കാരത്തെ നിരന്തരമായി നിലനിർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സക്കാത്ത് കൊടുക്കുന്നയാളാകണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഭയക്കാത്ത വിധം അള്ളാഹുവിൻ്റെ ദീൻ നടപ്പിലാക്കാനും അള്ളാഹുവിൻ്റെ ദീനിനനുസൃതമായി ജീവിക്കാനും മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുമ്പോൾ മറ്റൊരാക്ഷേപത്തെയും പേടിക്കാതെ പടച്ച റബ്ബിനെ മാത്രം പേടിക്കുന്നയാളായി അവർ മാറണം. അങ്ങനെ വരുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ ഉള്ളടക്കത്തിൽ പരിശുദ്ധമായൊരു ഖുദ്സിയായ ഹദീസ് കാണാം. അതിങ്ങനെയാണ്: വ ഇസ്സത്തി വ ജലാലി, എൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ തന്നെ സത്യം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സത്യം ചെയ്തു പറയുകയാണ്. എന്താണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സത്യം ചെയ്തു പറയുന്നത്? എൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ തന്നെ സത്യം. ഭൂമിയിൽ അദാബ് ഇറക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചു. അല്ല പറയാം, ഭൂമിയിൽ അദാബ് ഇറക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചു. ഞാൻ എൻ്റെ പള്ളിയുടെ പരിപാലകരായ ഒരു വിഭാഗം ആളുകളെ കണ്ടു. പള്ളിയുടെ പരിപാലനം ചെയ്യുന്നവർ, അങ്ങനെ പള്ളിയുമായി നിരന്തരമായി ബന്ധപ്പെടുന്നവർ, പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്നവരെ കുറിച്ച് തന്നെയും പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മസ്ജിദുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുകയും മസ്ജിദ് അവൻ്റെ ജീവിതാവാസ വ്യവസ്ഥിതിയുടെ ഏറ്റവും അനിവാര്യ ഘടകമായി മാറുകയും ചെയ്താൽ അവനെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട പണി ഇഷ്ഹദൂ ലഹു ബിൽ ഈമാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് നിങ്ങളങ്ങ് സാക്ഷ്യം വഹിച്ചോളൂ എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ്? അയാൾക്ക് മസ്ജിദുമായി നിരന്തരമായ സമ്പർക്കമുണ്ട്. മസ്ജിദ് അയാളുടെ ജീവിതത്തിൻ്റെയും വ്യവഹാരത്തിൻ്റെയും ഒരു ഭാഗധേയത്വം നിർവഹിക്കുന്നു. എപ്പോഴോ പോയി വരുന്നു എന്നതല്ല, എപ്പോഴും അതുമായുള്ള ചിന്തയുണ്ട്. അവൻ്റെ ഖൽബ്, അവൻ്റെ ഹൃദയം അങ്ങനെ മസ്ജിദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മസ്ജിദിൻ്റെ പ്രവർത്തനങ്ങൾ, മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ധാർമ്മികമായ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവനിങ്ങനെ നിരന്തരമായി വ്യാപൃതനാകുന്നു എന്ന് പറയുമ്പോൾ അതിന് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഇങ്ങനെ കാണാം: ഫലമ്മാ നദർതു ഇലാ ഉമ്മാരി മസാജിദി, ഞാൻ എൻ്റെ പള്ളിയിലെ പരിപാലകരായ ഒരു വിഭാഗം ആളുകളെ കണ്ടു. പിന്നെ ആരെയാ കണ്ടത്? പിന്നെ കണ്ടത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അർദ്ധരാത്രിയുടെ നേരത്ത് ആരും കാണാതെ ഇരുട്ടിൻ്റെ ഗർഭത്തിലിരുന്ന് പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടു. ഈ റമദാൻ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരിക്കണം. റമദാനിൻ്റെ നേരങ്ങളിൽ, റമദാനിലെ പരിശുദ്ധമായിട്ടുള്ള ഇടയത്താഴം, നമ്മൾ പറയാറുള്ള അത്താഴത്തിൻ്റെ നേരത്ത്, അതാണ് സഹർ എന്ന് പറയുന്ന നേരം, ആ നേരത്ത് ആരും കാണാത്ത നേരത്തിരുന്ന് കണ്ണുനീർ വാർക്കണം. അള്ളാഹുവേ നീ എനിക്ക് മാപ്പു ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. ഇനിയും ആ സമയങ്ങളൊന്നും പോയിട്ടില്ലെന്നർത്ഥം. ഇനിയും ആ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അങ്ങനെയാണ്. ഒരാൾക്ക് തൻ്റെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാരം തോന്നാത്തൊരവസ്ഥയുണ്ടാകും. എന്താണ് ആ ഭാരം തോന്നാത്ത അവസ്ഥ? അള്ളാഹുവിനെ പേടിച്ചാൽ, പടച്ച റബ്ബിനെ ഓർത്താൽ, ഖൗഫൻ വതമഅൻ, അള്ളാഹുവിനെ ഭയന്നിട്ടും അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷയോടെയും, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ഖൗഫൻ വതമഅൻ, പ്രതീക്ഷയോടെയും ഭയത്തോടെയും
അങ്ങനെ ആ കിടക്കപ്പായിൽ നിന്ന് ഭാരമില്ലാത്ത വിധം എഴുന്നേൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി, അവരുടെ പാർശ്വഭാഗങ്ങൾക്ക് ഭാരമില്ലാത്ത വിധം അവർ എഴുന്നേറ്റ് പോരും. എന്തിനാ പോരുന്നത്? തഹജ്ജുദിനാണ്. ആ തഹജ്ജുദിന് ശേഷമുള്ള നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ഇസ്തിഗ്ഫാറിനാണ്. അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാരി, ആരും കാണാത്ത നേരത്തിരുന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ. പിന്നെ ആരാ? വൽ മുതഹാബീന ഫിയ്യ, എൻ്റെ തൃപ്തിയിൽ പരസ്പരം ഇഷ്ടപ്പെട്ട സൗഹൃദക്കാർ. അവരുടെ സൗഹൃദത്തിൻ്റെയും സുഹൃദ് ബന്ധത്തിൻ്റെയും നിദാനം ഞാനാണ്, അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, പടച്ച റബ്ബിൻ്റെ തൃപ്തിയുടെ പേരിൽ അപ്പോഴാണ് സൗഹൃദപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലെങ്കിലോ അപ്പോഴാണ് അവർ തമ്മിൽ പരസ്പരം അകലുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കൂടിച്ചേരുകയും അള്ളാഹുവിന് തൃപ്തിയല്ലാത്ത കാര്യങ്ങളിൽ അകന്നു നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ. നമ്മൾ സാധാരണ ഒരാളുമായി മറ്റെന്തെങ്കിലും അർത്ഥത്തിൽ പിണങ്ങും. അപ്പോഴാണ് പിന്നെ അയാളെക്കുറിച്ച് നമ്മൾ പറയും, അയാൾ മതത്തിൻ്റെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, അയാൾ നമസ്കരിക്കുന്നില്ല, അയാൾ നോമ്പ് നോക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ ഇന്ന കാര്യങ്ങളാൽ കുഴപ്പക്കാരനാണ്. അതുവരെ അയാളുമായി കൂടിയിരുന്നപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ആരും ആലോചിച്ചില്ല. പിന്നെ എപ്പോഴാണ് ആലോചിക്കുന്നത്? അയാളുമായി നമുക്കെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടാകുന്ന നേരത്താണ്. അങ്ങനെയല്ല ദീൻ പറഞ്ഞത്, അങ്ങനെയല്ല പരിശുദ്ധ ദീൻ പറഞ്ഞത്. മറിച്ചപ്പോഴാണ് അള്ളാഹുവിൽ ഇഷ്ടം വെക്കുകയും അള്ളാഹുവിൽ ഇഷ്ടക്കേടുണ്ടാക്കുകയും ചെയ്യുന്നവർ എന്നാണ്. വ്യക്തിയുടെ തിന്മയല്ല പ്രധാനം. വ്യക്തിയുടെ തിന്മ വ്യക്തിയും അവൻ്റെ പടച്ചോനും തമ്മിൽ തീർക്കുന്ന ഒന്നാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. മഹാനായ മഅറൂഫുൽ കർഖി റഹ്മഹുല്ലാ എന്ന് പറയുന്ന പ്രഗത്ഭനായൊരു വലിയ, അദ്ദേഹം ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ തീരത്തിങ്ങനെ ഇരിക്കാൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കുറേ മദ്യപന്മാരായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ പറഞ്ഞു, അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്തുകൂടെ, എന്തൊരു കുഴപ്പക്കാരാണവർ. അപ്പം മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു, അതിന് കുറച്ച് ശബ്ദമുണ്ടല്ലേ അല്ലേ? ശബ്ദമുണ്ടോ? കേൾക്കണില്ലേ? മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ ദ്വാർക്കാനല്ല, അതേ ഇങ്ങനെയാണ് ദ്വാരുന്നത്, അല്ലാഹുമ്മ ഫർരിഹ്ഹും ഫിൽ ആഖിറ കമാ ഫർറഹ്തഹും ഫിദ് ദുനിയാ. അള്ളാഹുവേ, ഭൂമിയിൽ അവർക്ക് സന്തോഷമൊക്കെ നീ കൊടുത്തില്ലേ, ദുനിയാവിൽ കൊടുത്ത പോലെ ആഖിറത്തിലും കൊടുത്തേക്കണേ എന്ന്. അപ്പം ഈ വിഭാഗം ആളുകൾക്കെതിരെ ദ്വാരക്കാൻ പറയുമ്പോൾ അങ്ങനെയല്ലെന്ന് ഞാൻ പറയാൻ കാരണം, തിന്മ, നമ്മൾ ആ തിന്മക്കെതിരായി ഏറ്റവും ശക്തമായി നിൽക്കുമ്പോഴും തിന്മ ചെയ്യുന്നയാളോടുള്ള വിരോധം മറ്റൊരർത്ഥത്തിലേക്ക് കാണാനല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മാത്രമായി വിയോജിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മാത്രമായി യോജിക്കുകയും ചെയ്യാനുള്ള പാഠമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അതാണ് ഈ 3 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫലമ്മാ നദർതു, ഞാൻ അങ്ങനെ കണ്ടപ്പോൾ, ഈ 3 വിഭാഗം ആളുകൾ ഒരു നാടിൻ്റെ ഐശ്വര്യങ്ങളായി കണ്ടപ്പോൾ, സറത്തു ദാലിക്കാനുഹും, അവരിൽ നിന്ന് അദാബ് മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നു എന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ അങ്ങനെയാണ്, ചില അദാബുകൾ വരുന്നതിനെതിരായി ഒരു സമൂഹം അവിടെ ജീവിക്കും. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കും. ഇന്നത്തെ കാലത്ത് അതിനൊക്കെ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. ഓരോരുത്തരും, ഒരു മസ്ജിദ് മാത്രമല്ല, ആ മസ്ജിദിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നിരന്തരമായി നമ്മുടെ ഹൃദയം വെമ്പും അങ്ങനെ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് പരിശുദ്ധ ദീൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എപ്പോഴും അതാണ് നമുക്ക് പ്രധാനം. പരിശുദ്ധ ഖുർആൻ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅദൂന ഖൗമൻ അല്ലാഹു മുഅദ്ദിബുഹും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് ചോദിക്കാൻ, എന്തിനാ നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോണത്? ലിമ തഅദൂന ഖൗമൻ, എന്തിനാണ് നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോകുന്നത്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ, അല്ലാഹു അവരെ നശിപ്പിച്ചു കളയുകയോ അല്ലെങ്കിൽ അദാബ്, വലിയ ശിക്ഷ കൊണ്ട് അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിക്കുകയോ ചെയ്യില്ലേ? എന്തിനാ നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നത്? അപ്പോൾ ഈ ഉപദേശികളായ വിഭാഗം പറഞ്ഞു, ഖാലൂ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, നാളെ ഞങ്ങളുടെ തമ്പുരാൻ്റെ മുമ്പിൽ പോയി ഞങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തണം. ഞങ്ങളിങ്ങനെ ഒരു
സതുപദേശവുമായി ആളുകളുടെ മുമ്പിൽ ചെന്നിരുന്നു, ആളുകളെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വിളിച്ചിരുന്നു. അവരുടെ തിന്മകൾക്കെതിരായി ഞങ്ങൾ അവരെ ഉപദേശിച്ചിരുന്നു. അവരോട് നിങ്ങൾ ഈ പള്ളിയിലേക്ക് എത്തണമെന്ന് അവരോട് പറഞ്ഞിരുന്നു. മഅദിറത്തൻ ഇലാ റബ്ബിക്കും, നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോയാൽ ഞങ്ങൾക്ക് അങ്ങനെ കാര്യം ബോധ്യപ്പെടുത്തണം. വലഅല്ലക്കും യത്തഖൂൻ, അവരെങ്ങാനും മോശാവാതെ നന്നായി വന്നാലോ? നമ്മൾ ആരെയും എഴുതി തള്ളാനല്ല പടച്ചറബ് പറഞ്ഞത്. വലഅല്ലഹും യത്തഖൂൻ, അവർ നന്നായാലോ? അവരും നന്നാവാം. ഇത് പറയുന്നത് എവിടെയാണെന്നറിയോ? മത്സ്യബന്ധനം ചെയ്യരുതെന്ന് പറയുന്ന ഐലത്ത് ഗോത്ര വിഭാഗത്തോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയ ഒരു വിഭാഗം, ധിക്കാരികളായ വിഭാഗം ആളുകളെ, അവരെ ഉപദേശിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു നല്ല ധാർമ്മികമായിട്ട് ചിന്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ അതേസമയം അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വന്ന ഒരു വിഭാഗം ആളുകൾ ഉപദേശിക്കാൻ, അവരതേസമയം ഈ തെറ്റുകാരെ ഉപദേശിക്കാനൊന്നും പോണില്ല. പക്ഷേ അവർ നേരെ പള്ളിയിൽ വന്നു, അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അവർ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു, പക്ഷേ ആരെയും ഉപദേശിക്കാൻ തയ്യാറല്ല. ആ ടീം മറ്റൊരു ടീം ഉപദേശിക്കാൻ വേണ്ടി പോയ ആളുകളോട് നിങ്ങൾ എന്തിനാണോ ഉപദേശിക്കാൻ പോണത്, വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ച ചോദ്യമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ലിമ തഅ്ദൂന ഖൗമൻ, എന്തിനാ അവരെ ഉപദേശിക്കാൻ പോകുന്നത്? അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദാ, അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നശിപ്പിച്ചു കളയുകയോ അല്ലെങ്കിൽ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടുത്ത ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുകയോ ചെയ്യില്ലേ? എന്തിനു നിങ്ങൾ അവരുടെ പിന്നാലെ പോകണം? ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇവർ തിരിച്ചു മറുപടി പറഞ്ഞത്. ഖാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും, നാളെ ഞങ്ങളുടെ തമ്പുരാൻ്റെ അടുക്കൽ പോയാൽ ഞങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തണം. ഞങ്ങളിതെല്ലാം ചെയ്തു വച്ചിരുന്നു, പള്ളി പണിതിരുന്നു, അവിടെ ഉസ്താദുമാരെ നിശ്ചയിച്ചിരുന്നു, ഞങ്ങളും നിരന്തരമായി അത്തരം പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി പ്രവർത്തിച്ചിരുന്നു. ആ നാടിൻ്റെ ധാർമ്മികമായ ഉത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരുന്നു. ഒറ്റ കാര്യമേ പടച്ചോനെ നിൻ്റെ മുമ്പിൽ വന്നാൽ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയലായിരുന്നു. മാത്രവുമല്ല, ആ വിഭാഗം ആളുകൾ രക്ഷപ്പെടുകയും ചെയ്താൽ ആ രക്ഷക്ക് ഞങ്ങൾ കാരണക്കാരായി മാറുമല്ലോ എന്ന ചിന്തയായിരുന്നു ഞങ്ങളെ ഭരിച്ചിരുന്നത് എന്ന് റബ്ബിനോട് പറയാനാണ് എന്ന് ഈ വിഭാഗം ആളുകൾ പറയുന്നു. ഖുർആൻ അവിടെ നിർത്തിയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി, അവർക്ക് നൽകപ്പെട്ട ഉപദേശങ്ങളെല്ലാം അവർ മറന്നുപോയപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, ആ തിന്മകൾക്കെതിരായിട്ട് പോരടിക്കണമെന്ന് തീരുമാനിച്ച വിഭാഗത്തെ മാത്രം നാം രക്ഷപ്പെടുത്തി. വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസ്, അതേസമയം അതിക്രമകാരികളായ വിഭാഗത്തെ കടുത്ത ശിക്ഷ കൊണ്ട് നാം പിടികൂടുകയും ചെയ്തു. ഖുർആൻ പറയാണ്. അതിൻ്റെ എല്ലാ തഫ്സീറുകളിലും കാണാം അവിടെ 3 വിഭാഗം ആളുകളുണ്ട്. അഥവാ തിന്മ ചെയ്തവർ, എന്നാൽ ആ തിന്മ ചെയ്യുന്നത് നോക്കിക്കണ്ടു നിൽക്കുകയും നിശബ്ദമായി അതിനൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ പോവുകയും ചെയ്തവർ. മറ്റൊരു വിഭാഗമോ ആ തിന്മ നടപ്പിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും ആ സഹോദരന്മാരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തവർ. ഈ 3 വിഭാഗം ആളുകൾ, ഒന്ന് ഉമ്മത്തുൻ നാസിയ, തിന്മ ചെയ്തവർ; മറ്റൊന്ന് ഉമ്മത്തുൻ സാക്കിത്ത, നിശബ്ദമായി നിന്നവർ; മറ്റൊന്ന് ഉമ്മത്തുൻ നാഹിയ, തിന്മക്കെതിരായുള്ള പോരാട്ടം നടത്തിയവർ. ഇന്ന് വളരെ പ്രധാനമാണത്. നമ്മുടെയൊക്കെ നാടുകൾ ലഹരിക്കടിമപ്പെടുന്ന ഭീകരമായൊരവസ്ഥയിലേക്ക് പോകുന്ന കാലമാണിത്. എല്ലാ തരത്തിലുള്ള ലഹരിയും, മതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, മതത്തെ നിഷേധിക്കുന്ന വലിയൊരു പറ്റം ആളുകൾ ജീവിക്കുന്ന കാലം. വലിയ ഭീകരമായൊരവസ്ഥ സംജാതമാകുന്നു. ഞാനതിൻ്റെ വാർത്തയൊന്നും വായിക്കേണ്ടതില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്വന്തം മാതാവിനെയും കൂടി കഴുത്തു ഞെരിച്ചു കൊല്ലാൻ പരാജയപ്പെട്ടു പോകുമ്പോൾ തൻ്റെ 10 വയസ്സിനു താഴെ ഇളയതായി നിൽക്കുന്ന കുഞ്ഞനജനെപ്പോലും കൊന്നുകളയുമ്പോൾ, തൻ്റെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ അനിസ്ലാമികമായ അർത്ഥത്തിലേക്ക് തന്നെ വന്ന പെൺകുട്ടിയെയും കൂടി കൊന്നുകളയുമ്പോൾ, അങ്ങനെ എല്ലാവരെയും കൊന്നുകളയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ ഒറ്റ കാര്യമുള്ളൂ: മദ്യം, അനിസ്ലാമികമായ ജീവിതം. നമ്മളൊക്കെ കുടുംബത്തിലൊക്കെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. എന്താ അങ്ങനെ ഞാൻ പറയാൻ കാരണം? ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അള്ളാഹു അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ മതത്തിലേക്കൊന്നും നേരെ വാ, ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു വാ.
എന്താ ഈ മതത്തിന്റെ പ്രത്യേകത? ഫിത്രത്തല്ലാഹ്, ഈ മതം പ്രകൃതിയാണ്. ഈ മതം മനുഷ്യ സമൂഹത്തെ എങ്ങനെയാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച് പരിപാലിക്കാൻ ആഗ്രഹിച്ചത് അതിനനുസൃതമായുള്ള നിർദ്ദേശങ്ങളാണ് ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നൽകുന്നതെന്നാണ് ഖുർആൻ. ഈ പ്രപഞ്ചത്തിന്റെ നിയമം പോലെ മനുഷ്യന് നൽകപ്പെട്ട നിയമം. പ്രപഞ്ചത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയമം വച്ചു, പ്രപഞ്ചത്തിന് നിയമം വച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂര്യചന്ദ്രാദികൾ, ഈ പ്രപഞ്ചത്തിലെ അണ്ടഘടാഹങ്ങൾ എല്ലാത്തിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച ഒരു കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ചലിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യചന്ദ്രാദികൾക്ക് മാറ്റം വരാത്ത വിധം അതിനൊരു ഭ്രമണപഥം, രാവ് പകലുകൾക്ക് മാറ്റം വരാത്ത വിധം അതിനൊരു ഭ്രമണപഥം എല്ലാത്തിനും അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാത്തിനും അതിന്റെ ഭ്രമണപഥം. അങ്ങനെയെങ്കിലോ മനുഷ്യ സമൂഹത്തിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിന് പടച്ച റബ്ബ് പേരിട്ടത് എങ്ങനെയാണ്? ഫിത്രത്തല്ലാഹ്. അത് അല്ലാഹ് നിന്ന പ്രകൃതിയാണ്. ആ പ്രകൃതിയെ ലംഘിച്ചു പോയാൽ എല്ലാത്തരം അപച്യുതിയും എല്ലാത്തരം ധാർമ്മിക ശോഷണവും എല്ലാ തരത്തിലുള്ള മാനവിക ദുരന്തവും നമുക്ക് സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ 2 മാസക്കാലമായി കേരളം ചർച്ച ചെയ്യുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുമല്ലാതെയും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചു പോകുന്ന ധാർമ്മികമായിട്ടുള്ള അപച്യുതി എന്ന് നാം പഠിക്കണം. അത് പ്രധാനമാണ്. നമ്മൾ തന്നെ മാറിപ്പോയി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, ഞാൻ ദീർഘമായി സംസാരിക്കാല്ല എങ്കിലും സൂചിപ്പിച്ചു പോകാൻ, നമ്മൾ മാറിപ്പോകാൻ. നിക്കാഹ് കഴിക്കുന്ന വേളയിൽ ഞാൻ ഈ മഹല്ലിലെ ഇനി തുടങ്ങാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, പുതിയകാവിൻ്റെ മഹല്ല് പ്രസിഡന്റ് ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നു, ഞാൻ പറയുന്നു, എല്ലാ മഹല്ലു ജമാഅത്തും ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. നിക്കാഹിൻ്റെ വേദിയിൽ ഹറാമുകൾ പൊടിപൊടിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ മഹല്ലുകളെ കാക്കാൻ വേണ്ടിയുള്ള ജാഗ്രത നമ്മൾ ഉണ്ടാക്കണം. നിക്കാഹങ്ങൾ കഴിഞ്ഞു, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജീൻ എന്നൊക്കെ ദുആയിരുന്നു. എല്ലാം കഴിഞ്ഞ മൊയ്ലാരും അതുപോലെ ഇനി തങ്ങളുണ്ട്, ഈ തങ്ങളും അല്ലാത്തവരൊക്കെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമാറ്റിക് ഡാൻസാൻ. പിന്നെ എങ്ങനെയാ കുടുംബം നന്നാവും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. അവിടുന്ന് തുടങ്ങണം. നമ്മൾ എവിടെ നിന്നൊക്കെയാണോ മതത്തെ ഒഴിവാക്കിയത് അതെല്ലാം തിരിച്ചു കൊണ്ടുവരാതിരിക്കുന്നിടത്തോളം കാലം പുതിയ കാലത്തിൻ്റെ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മളാരും വൃഥാ മോഹിക്കേണ്ടതില്ല. അതുകൊണ്ട് തിരിച്ചു വന്നേ പറ്റൂ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിലേക്ക് തിരിച്ചു വരണം. എന്തൊക്കെയാണോ ദീനിൻ്റെ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. മനുഷ്യ സമൂഹത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സൃഷ്ടിച്ചത് ആ നിയമമാണ് മതം. ആ നിയമത്തിലേക്ക് തിരിച്ചു വരാതിരുന്നാൽ, മദ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ, ലഹരി കടിമപ്പെട്ടു പോയാൽ, അധാർമികതയുടെ പെരുമ്പറ കൊട്ടുന്ന ഒരു കാലത്തേക്ക് നമ്മളങ്ങ് പോയാൽ നമ്മുടെ കുടുംബങ്ങൾ തകരും, നമ്മുടെ ജീവിതങ്ങൾ തകരും. നമ്മുടെ ഉമ്മമാരുടെ നേരെ കൊടുവാളുയർത്തിയിട്ട് നീ എന്നെ പ്രസവിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്ന മക്കൾ ജനിച്ചു പോകും. അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? അതുകൊണ്ട് മഹല്ല് ജമാഅത്ത് നമസ്കാരത്തിൽ മാത്രമല്ല, ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള സാംസ്കാരികമായ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള എല്ലാ വലിപ്പത്തിലേക്കും ചേർന്നു നിൽക്കണം. ഈ നാട്ടിലെ ഇതര മതവിഭാഗങ്ങളെ കൂടി ചേർത്തു നിർത്തുന്ന ഒരു വലിയ കേന്ദ്രമായി ഈ മസ്ജിദ് മാറണം. അഷ്റഫുൽ ഖൽഖിൻ്റെ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മസ്ജിദുൻ നബവി എല്ലാവരെയും ചേർത്ത് പിടിച്ചു. അവിടെ ക്രൈസ്തവ സഹോദരന്മാർ, പാദ്രിമാർ വന്നു. മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കാനുള്ള സമയമായി. ആ സമയത്താണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സ്വഹാബാക്കൾ അവർക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന നേരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളാണ് പറഞ്ഞത്, ഇവിടെ നമസ്കരിക്കാൻ പാടില്ല, ഇത് മസ്ജിദുൻ നബവിയാണ്, ഇത് റസൂലുള്ളാഹിയുടെ പള്ളിയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ദഊഹും, അവരെ വിടൂ, ദഊഹും യുസല്ലൂൻ, അവർ നമസ്കരിക്കട്ടെ, നമുക്ക് അവരുടെ നമസ്കാരം കൊണ്ടൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇങ്ങോട്ട് എല്ലാവരെയും കൂടി അങ്ങനെ വിളിക്കണം എന്ന അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരെയും ചേർത്ത് വച്ചതാണ് മദീനയിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സൗഹൃദങ്ങളെയും ചേർത്ത് വച്ചയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജൂതനും അവിടെ ക്രൈസ്തവനും അവിടെ എല്ലാ വിഭാഗത്തിലെ ആളുകളെയും ചേർത്ത് പിടിച്ചു. മദീന പിന്നീട് ഉമർ ബിൻ ഖത്താബിൻ്റെ കാലമാകുമ്പോൾ റളിയല്ലാഹു അൻഹു, അപ്പോഴാണ് ഒരു ജൂതൻ വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഈ ഖലീഫയോട് ചോദിച്ചത്, എനിക്കെന്തെങ്കിലും ഭക്ഷണം തരുമോ?
അയാൾക്ക് മുമ്പിലിരുന്ന് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി കരഞ്ഞു, വിതുമ്പിയിട്ട് ചോദിച്ചു, ഉമർ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? ചോദിക്കുന്നയാൾ ആരാണെന്നൊന്നും അറിയാതെ ആ ജൂതനായ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ബൈത്തുൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, എൻ്റെ ആരോഗ്യകാലത്ത് ഞാൻ ഈ നാടിന് സേവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞിട്ട് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ കൊണ്ടുപോയി ബൈത്തുൽ മാലിനെ, അതിനെ കാക്കുന്ന അതിൻ്റെ പാറാവുകാർ, അതിൻ്റെ സംരക്ഷകർ, അതുമായി ബന്ധപ്പെട്ടവർ അവരോട് പറഞ്ഞു, ഇനി മുതൽ ഇതാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് പ്രഖ്യാപിക്കുകയാണ്, ഇതുപോലെ ഈ നാട്ടിലെ പാവപ്പെട്ട വൃദ്ധർക്ക് ഭക്ഷണം കൊടുക്കാൻ, സൗജന്യ റേഷൻ നൽകാൻ നാം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ലോകം കണ്ട ആദ്യത്തെ സൗജന്യ റേഷൻ ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്തെ റേഷനാണ്. ലോകം കണ്ട ആദ്യത്തെ പൊതുവിതരണ ശൃംഖല മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. ഞാൻ പറയാൻ കാരണം, എല്ലാവരെയും ചേർത്ത് പിടിച്ചതാണ് മദീനയുടെ സൗന്ദര്യം. ആ സൗന്ദര്യം നമുക്ക് ഈ നാട്ടിലും ഉണ്ടാക്കാൻ കഴിയണം. എല്ലാ തരത്തിലും നമുക്ക് മനുഷ്യരെ ചേർത്ത് പിടിക്കാം. ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അതിൻ്റെ പാർലമെൻറ്റിൽ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർലമെൻറ്റിൽ ഒരു ബില്ല് സത്യത്തിൽ തീർത്തും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാൻ പറ്റുന്ന വിധം, ഭരണഘടനാ വിരുദ്ധം എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ബില്ല് ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ച തീർച്ചയായും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടത് അന്യാധീനപ്പെടാൻ, അവിടെ എന്തെങ്കിലും ഒരു ചർച്ച വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നാൽ അത് കളക്ടറുടെ കയ്യിലേക്ക് പോവുകയും കളക്ടർ അതിൽ തീരുമാനമെടുക്കുന്നത് വരെ പിന്നെ ആ വഖഫ് സംബന്ധമായിട്ടുള്ള ഒരു വ്യവഹാരവും അവിടെ നടക്കാൻ പാടില്ല എന്ന് വരുന്ന ഒരു ബില്ലാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. ആ ബില്ല് പാസ്സാക്കപ്പെടുന്ന രീതിയിൽ ലോക്സഭയിൽ അത് പാസ്സാകുന്നു, രാജ്യസഭ ചർച്ച ചെയ്യുന്നു. ഒരു പക്ഷേ നാളെ എങ്ങാനും ഇന്ത്യയുടെ പ്രസിഡന്റ് അത് ഒപ്പിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. പക്ഷേ അവിടെ കണ്ട നമ്മുടെ ഒരു ശുഭകരമായ വർത്തമാനം ഇതാണ്. ഞാൻ ആ ബില്ലുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ കുറേ നേരം സംസാരിക്കാം, പക്ഷേ സമയമില്ലല്ലോ. നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അവിടെ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷാംഗങ്ങളിലെ ക്രൈസ്തവനും ആ പ്രതിപക്ഷാംഗങ്ങളിലെ ഹൈന്ദവനും ആ പ്രതിപക്ഷാംഗങ്ങളിലെ മറ്റിതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പല്ലും നഖവും ചേർത്ത് വച്ച് ആ ബില്ലിനെതിരായി ഏറ്റവും ശക്തമായ വർത്തമാനം പറയുന്നത്, നാം ഒരുപക്ഷെ ഇരുണ്ട ഗർത്തത്തിലൂടെ യാത്ര ചെയ്യുന്ന എവിടെയോ നമുക്കൊരു പ്രകാശത്തിൻ്റെ തിരുനാളം കാണാൻ കഴിയുന്നത് പോലെ നമുക്ക് ആശാവഹമായ പ്രത്യാശ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ നാട്ടിനെ ചേർത്ത് പിടിക്കുന്നത് മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ദൗത്യമായി, ഇന്ത്യയുടെ ഈ പുതിയ കാലത്തിൻ്റെ ദൗത്യമായി നാം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം അങ്ങനെ നിലനിൽക്കട്ടെ. ഇന്നത്തെ ഈ ഫാസിസം തകർന്നു തരിപ്പണമാകാൻ ഈ മനുഷ്യരുടെ കൂട്ടായ്മ മതി. നാളെ ആ ബില്ലും തിരിച്ചു വരാൻ ഇന്ത്യയുടെ പാർലമെൻറ്റ് മതി. അതുകൊണ്ട് തന്നെ ജനാധിപത്യം ശക്തിപ്പെടാൻ സാധ്യമാകുന്ന വിധം നമ്മൾ ഈ സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായി മാറണം. ആ സൗഹൃദങ്ങളില്ലായ്മയുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ നാട് വീണ്ടും ഈ പറയപ്പെടുന്ന ഫാസിസത്തിൻ്റെ കൈകളിലേക്ക് അമരുന്നത് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് രാജ്യത്തെ രക്ഷപ്പെടുത്തുന്ന നന്മയുടെ വിധാതാക്കളാക്കി മാറ്റാൻ കഴിയുന്ന വിധം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. റമദാൻ എന്താണോ കൊണ്ടുവന്നത് ആ റമദാനിൻ്റെ പുണ്യവും നന്മയും നമുക്ക് നിലനിർത്താൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞവർ മാത്രമല്ല, തുമ്മസ്തഖാമു, അതവരുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും പ്രകാശിപ്പിക്കും വിധം നിലനിർത്തിയവർ, അള്ളാഹുവിൻ്റെ ദീനനുസൃതമായി എന്താണോ റമദാനിൽ നമ്മൾ ചെയ്തതെല്ലാം ആ നന്മകളെല്ലാം തന്നെയും നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചവർ. അങ്ങനെ പരിശ്രമിച്ചാലോ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ മേൽ വരും. അത് മരിക്കുന്ന നേരത്ത് മാത്രമാവണമെന്നൊന്നുമില്ല, എപ്പോഴും മലക്കുകളുടെ കൂട്ടുണ്ടാകും. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വരും. എന്നിട്ട് അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ്, അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തുഷ്ടരായിക്കോളൂ എന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എപ്പോഴും നിത്യം ചെയ്യുന്ന അമലുകളൊക്കെ ഉണ്ടാവണം. ളുഹാ നമസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കണം, 2 റക്അത്ത് തഹജ്ജുദ് പറ്റുമെങ്കിൽ നിസ്കരിക്കണം. കഴിഞ്ഞ റമദാനിൽ എന്തൊക്കെ നന്മകൾ അങ്ങനെയൊക്കെ ചെയ്തോ അതെല്ലാം കൊണ്ട് നടക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഹബ്ബുൽ അമാലി ഇൻദല്ലാഹ്, പടച്ചവൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്നറിയോ? ആ അമൽ അതുവമുഹാന്നാണ്, ഏറ്റവും കൂടുതൽ നിത്യമായി ചെയ്യാൻ പറ്റുന്ന അമലാണ്. അപ്പം നിത്യമായി ആ അമൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു മതി, പക്ഷേ അത് നിത്യമായിരിക്കണം. 2 ദിവസം ളുഹാ നിസ്കരിച്ചു പിന്നെ അതിന് പോകാതിരിക്കലല്ല, എപ്പോഴും ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ മസ്ജിദ്
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ നിരന്തരമായ അതിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് തരട്ടെ. ഇതിനുവേണ്ടി പണിയെടുത്തവർ, പ്രത്യേകിച്ച് ഈ മഹല്ല് ജമാഅത്തിനെ ഈ പ്രത്യേകിച്ച് മസ്ജിദുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത് പുതിയകാവ് മഹല്ലിൻ്റെ ഒരു ശാഖയായി പ്രവർത്തിക്കുന്ന ഒരു മഹല്ലാണ്. അങ്ങനെ തന്നെയാണ് ഇത് നിലനിൽക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും. പക്ഷേ ഈ പള്ളിക്ക് വേണ്ടി ഒരു ചെറിയ സംഭാവന ചെയ്തവരുൾപ്പെടെ നാളെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ വീട് ലഭിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. കാരണം അങ്ങനെയാണല്ലോ കമാ ഫഹസി ഖത്താത്ത് എന്നാണ് റസൂല്ല പറഞ്ഞത്. ഒരു അടക്കാക്കിളിക്ക് മുട്ടയിട്ടിരിക്കാനുള്ള സ്ഥലം കൊടുത്താൽ മതി, അത്രയും മതി. അത്ര ഉണ്ടായാൽ അത് അള്ളാഹുവിനായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലായ ഒരാൾ ചെയ്താൽ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്കൊരു വീട് പണിതു കഴിഞ്ഞു എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നിലയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കുരിക്കൽ വീട്ടിൽ യൂസുഫ് മകൻ ഇർഫാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സഹോദരന് ഒരു പക്ഷേ പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. രോഗശമനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വേഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ചെറുപ്പക്കാരനെ ആ മോനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രോഗശമനം കൊണ്ടും ആഫിയത്ത് കൊണ്ടും